ക്രെഡിറ്റ് കാർഡുകൾ ജസ്റ്റ് കടമെടുക്കാനുള്ള ടൂളായിട്ട് കാണാതെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ക്യാഷ് ബാക്കും റിവാർഡ് പോയിന്റൊക്കെ നേടാൻ ആ രീതിയിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഡെയിലി ലൈഫിലെ നമ്മുടെ എക്സ്പെൻസുകൾക്കായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് പരിചയപ്പെടാം. നമ്മൾ പ്രധാനമായിട്ടും 5 കാറ്റഗറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് നമുക്ക് മർച്ചന്റ് UPI പേയ്മെൻറ്റ് ചെയ്യാനുള്ള ക്രെഡിറ്റ് കാർഡുകൾ, മറ്റൊന്ന് വരുന്നത് ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ, പിന്നെ ഓൺലൈൻ ട്രാൻസാക്ഷൻ, പിന്നെ ഫ്യൂവൽ പേയ്മെൻറ്റ്, പിന്നെ ഓൾറൗണ്ടറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ കാർഡുകൾ. ഇങ്ങനെ ഒരു 5 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കായിട്ട് കാർഡുകൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. നമ്മൾ എല്ലാവർക്കും എടുക്കുവാൻ സാധിക്കുന്ന കോമൺ ആയിട്ടുള്ള കാർഡുകളാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, HSBC പോലുള്ള മുൻനിര വലിയ ബാങ്കുകളിലെ കാർഡുകളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ അതൊന്നും നോർമൽ ഒരാൾക്ക് അപ്ലൈ ചെയ്താൽ കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ മറ്റു നോർമൽ ബാങ്കുകളിലൊക്കെ ആണെങ്കിൽ കൂടി പ്രീമിയം വേരിയൻ്റ് കാർഡുകളുണ്ട്. അതും നല്ല ബെനിഫിറ്റ് നൽകുന്ന കാർഡുകളായിരിക്കാം. പക്ഷേ അതും ഒരു നോർമൽ വ്യക്തിക്ക് അപ്ലൈ ചെയ്താൽ കിട്ടണം എന്നില്ല, കിട്ടില്ല. സോ അങ്ങനെയുള്ള ഫാക്ടറുകൾ കൂടി കൺസിഡർ ചെയ്ത് നോർമലി എല്ലാവർക്കും എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന തരത്തിലുള്ള കാർഡുകളാണ് ഈ ഒരു വീഡിയോക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ജസ്റ്റ് അതിൻ്റെ ബെനിഫിറ്റ് മാത്രമാണ് കവർ ചെയ്യുന്നത്. നമ്മളൊരു വീഡിയോയിൽ കവർ ചെയ്യുന്ന പല കാർഡുകളെ പറ്റി നമ്മൾ ഡെഡിക്കേറ്റഡ് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു പർട്ടിക്കുലർ കാർഡിനെ പറ്റി എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ടാകും. സോ അങ്ങനെയുള്ള കാർഡുകളാണെങ്കിൽ അത്തരത്തിലുള്ള കാർഡുകളുടെ എല്ലാം ലിങ്ക്, ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോകൾ കാണുക, നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ കാർഡിനെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാം. പിന്നെ ഇത് ജസ്റ്റ് ഇൻഫർമേഷണൽ പർപ്പസിനായിട്ട് ചെയ്യുന്നൊരു വീഡിയോ മാത്രമാണ്, അല്ലാതെ ഒരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ലെങ്കിൽ പെയ്ഡ് വീഡിയോ ഒന്നുമല്ല. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ താഴെ നൽകുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റ് ആണ്. നമ്മൾ തെറ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു വലിയൊരു ഡേറ്റ് ട്രാപ്പിൽ പോയി പെടും. സോ യൂസ് ഇറ്റ് റെസ്പോൺസിബിലി. ആദ്യത്തെ ഒരു കാറ്റഗറിയാണ് മർച്ചന്റ് UPI പേയ്മെൻറ്റ്. നമുക്ക് റുപ്പേ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡുകളാണെങ്കിൽ അത് UPI ലിങ്ക് ചെയ്ത് നമുക്ക് മർച്ചന്റ് UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനായിട്ട് നമുക്ക് ഇപ്പോൾ നിലവിൽ കുറേയധികം റുപ്പേ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡുകൾ ലഭ്യമാണ്. അതുപോലെ തന്നെ എല്ലാ കാർഡുകളും നമുക്ക് UPI ലിങ്ക് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനും സാധിക്കും. പക്ഷേ റിവാർഡ് ബെനിഫിറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ബെനിഫിറ്റ് നൽകുന്ന കാർഡുകൾ വളരെ കുറവാണ്. പിന്നെ മിക്ക കാർഡിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിലും 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI പേയ്മെൻറ്റിന് മാത്രമായിരിക്കും നമുക്ക് ആ ഒരു രീതിയിലുള്ള ക്യാഷ് ബാക്കും റിവാർഡ് പോയിന്റും നൽകുകയുള്ളൂ. എക്സാമ്പിളായിട്ട് കോട്ടക് മിന്ത്ര കാർഡ്, അതിനൊക്കെ UPIക്ക് ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ 2000 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് അവർ പറയുന്ന ക്യാഷ് ബാക്ക് കിട്ടുകയുള്ളൂ. സോ അങ്ങനെയുള്ള കാർഡുകളൊക്കെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് കോമൺലി നമുക്ക് എല്ലാത്തരം ട്രാൻസാക്ഷനും കൺസിഡർ ചെയ്യാൻ പറ്റിയ കുറച്ച് ഓപ്ഷൻസ് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കിവി കാർഡ് തന്നെയാണ്. കിവിയുടെ യെസ് ബാങ്കിൻ്റെ ക്ലിക്ക് കാർഡ് പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാർഡാണ്. നോർമൽ കേസിൽ നമുക്ക് 1.5% ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് ആ ഒരു കാർഡ് നൽകും. ഇനിയിപ്പോൾ കിവി നിയോൺ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 1.5%-ന് പുറമെ നമുക്ക് അപ് ടു 5% വരെ ബെനിഫിറ്റ്, നമുക്ക് ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് നമുക്ക് ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. കിട്ടുന്ന ക്യാഷ് ബാക്ക് ഡയറക്റ്റായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ നിയോൺ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റിയും കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ആണ്. ജോയിനിങ് ഫീസ് ഇല്ല, ആനുവൽ ഫീസ് ഇല്ല. അതേപോലെ തന്നെ ഇത് വിർച്വൽ കാർഡാണ്. നമുക്ക് ഫിസിക്കൽ കാർഡ് ഒന്നും തന്നെ കിട്ടുന്നില്ല. ഇത് പർട്ടിക്കുലർലി ഫോർ മർച്ചന്റ് UPI പേയ്മെൻറ്റ്, QR കോഡ് സ്കാൻ ചെയ്തുള്ള പേയ്മെൻറ്റിന് വേണ്ടി ഇറക്കിയിരിക്കുന്ന ഒരു കാർഡാണ്. അതുകൊണ്ട് നമുക്ക് ഫിസിക്കൽ കാർഡ് വരുന്നില്ല. ഈ ഒരു കാർഡിനെ പറ്റി നമ്മൾ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ക്യാഷ് ബാക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചുകൊണ്ട് ആ വീഡിയോകളുടെ എല്ലാം ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. കാണുക, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു ഓപ്ഷനാണ് HDFC ബാങ്കിൻ്റെ ടാറ്റ ഇൻഫിനിറ്റി വേരിയൻ്റ് കാർഡ്. ഈ ഒരു കാർഡിൽ നമുക്ക് UPI പേയ്മെൻറ്റ് ആണെങ്കിൽ ടാറ്റ ന്യൂ ആപ്പ് വഴി ചെയ്ത് കഴിഞ്ഞാൽ 1.5% ബെനിഫിറ്റാണ് ഓഫർ ചെയ്യുന്നത്. അതർ ആപ്പാണെങ്കിൽ നമുക്ക് 0.5% ബെനിഫിറ്റാണ് കിട്ടുന്നത്. ഈ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ അല്ല, നമുക്ക് ചാർജബിൾ ആണ്. ജോയിൻ ഫീസ് ഇപ്പോൾ നിലവിലില്ല. ആനുവൽ ഫീസ് ആണെങ്കിൽ 1499 രൂപ പ്ലസ് GST ആണ് ചാർജ് വരുന്നത്. എന്നാൽ ആനുവലി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടും. പിന്നെ വരുന്ന മറ്റൊരു കാർഡും HDFC ബാങ്ക് ടാറ്റ ന്യൂ പ്ലസ് വേരിയൻ്റ് കാർഡാണ്. അതിനകത്ത് നമുക്ക് ടാറ്റ ന്യൂ ആപ്പ് വഴി മർച്ചന്റ് UPI പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1% ബെനിഫിറ്റാണ് ഓഫർ ചെയ്യുന്നത്. 2 കാർഡ് വേരിയൻറ്റിലും നമുക്ക് അപ് ടു മാക്സിമം 500 രൂപ വരെയാണ് ഒരു മാസം UPI പേയ്മെൻറ്റ് കാറ്റഗറിയിൽ നേടുവാനായിട്ട് സാധിക്കുക. പിന്നെ ഈ ഒരു പ്ലസ് വേരിയൻ്റ് കാർഡാണെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ പോലുള്ള മറ്റു തേർഡ് പാർട്ടി ആപ്പ് വഴിയാണ് UPI പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 1%-ന് പകരം 0.25% ബെനിഫിറ്റ് മാത്രമായിരിക്കും കിട്ടുന്നത്. ജോയിനിങ് ഫീസ് ഇപ്പോൾ നിലവിലില്ല. ആനുവൽ ഫീസ് ഈ ഒരു കാർഡിൻ്റെ വരുന്നത് 499 രൂപ പ്ലസ് GST ആണ്. ആനുവൽ ഫീസ് വേവ് ചെയ്ത് കിട്ടാനായിട്ട് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമ്മൾ ആനുവലി സ്പെൻഡ് ചെയ്താൽ മതിയാകും. പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു കാർഡാണ് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ റൂപേ പ്ലാറ്റിനം വേരിയൻ ക്രെഡിറ്റ് കാർഡ്. ഇത് ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ഒരു കാർഡാണ്. ജോയിനിങ് ഫീസ് ഇല്ല, ആനുവൽ ഫീസ് ഇല്ല. ഇതിനകത്ത് നമുക്ക് UPI പേയ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 റിവാർഡ് പോയിന്റ് കിട്ടും. സോ ഇതൊക്കെയാണ്
മർച്ചൻറ്റ് UPI പേയ്മെൻറ്റിനായിട്ട് നമുക്ക് ഇപ്പോൾ നിലവിൽ കൺസിഡർ ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് നല്ല റുപ്പേ വേരിയൻ്റ് കാർഡുകൾ. ഇത് കൂടാതെയുള്ള നല്ല കാർഡുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ വരുന്ന മറ്റൊരു കാറ്റഗറിയാണ് ഓൺലൈൻ പേയ്മെൻറ്റ്. നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് ഓൺലൈൻ സ്പെൻഡിങ്ങിന് നമുക്ക് ക്യാഷ് ബാക്കോ റിവാർഡ് പോയിന്റോ നൽകുന്ന കാർഡുകൾ ഓപ്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡ് സ്പെസിഫിക് ആയിട്ടുള്ള കാർഡ് ഓപ്റ്റ് ചെയ്യാം. ഉദാഹരണമായിട്ട് ഫ്ലിപ്കാർട്ട് കാർഡ് അല്ലെങ്കിൽ ആമസോൺ കാർഡ്. അത് ആ ഒരു പർട്ടിക്കുലർ പോർട്ടലിൽ നമുക്ക് നല്ല ബെനിഫിറ്റ് നൽകും. മറ്റു പോർട്ടലാണെങ്കിൽ നമുക്ക് ഡീസൻറ്റ് ബെനിഫിറ്റ് നൽകും. സോ അങ്ങനെയുള്ള കാർഡുകൾ നമുക്ക് പരിഗണിക്കാം. നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ഈ ഒരു ഓൺലൈൻ ഷോപ്പിങ്ങിനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് SBI കാർഡ്സിൻ്റെ ക്യാഷ് ബാക്ക് കാർഡാണ്. നമുക്ക് ഓൺലൈൻ സ്പെൻഡിങ് ആണെങ്കിൽ നമുക്ക് 5% ക്യാഷ് ബാക്കാണ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത്. നമുക്കങ്ങനെ ഒരു മാസം 5000 രൂപ വരെ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും. ഈ ഒരു കാർഡ് ഫ്രീ അല്ല, 999 രൂപ പ്ലസ് GST ആണ് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും വരുന്നത്. ആനുവൽ ഫീസ് വേവ് ചെയ്ത് കിട്ടാനായിട്ട് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ആനുവലി 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്താൽ മതിയാകും. പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു കാർഡ് വേരിയൻ്റാണ് യെസ് ബാങ്ക് പൈസ ബസാർ പൈസ സേവ് കാർഡ്. ഇതിനകത്ത് നമുക്ക് 3% ക്യാഷ് ബാക്ക് പോയിന്റാണ് നമുക്ക് ഓൺലൈൻ സ്പെൻഡിങ്ങിന് കിട്ടുന്നത്. മാക്സിമം നമുക്ക് ഒരു മാസം 5000 പോയിന്റ് വരെ നേടുവാനായിട്ട് സാധിക്കും. ജോയിനിങ് ഫീസ് വരുന്നില്ല. ആനുവൽ ഫീസ് 499 രൂപ പ്ലസ് GST ആണ് വരുന്നത്. എന്നാൽ 1,20,000 രൂപയ്ക്ക് മുകളിൽ ആനുവലി ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടും. പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു കാർഡ് വേരിയൻ്റാണ് HDFC ബാങ്കിൻ്റെ മില്ലേനിയ വേരിയൻറ്റ്. ഈ ഒരു വേരിയൻ്റ് ആണെങ്കിൽ നമുക്ക് നമുക്ക് ബ്രാൻഡ് സ്പെസിഫിക് ഓഫർ വരുന്നുണ്ട്. നമുക്ക് ആമസോൺ, ബുക്ക് മൈ ഷോ, കട്ട്ഫിറ്റ്, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, സോണി ലിവ്, സ്വിഗ്ഗി, ടാറ്റ ക്ലിക്ക്, സൊമാറ്റോ, ഊബർ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് 5% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. നമുക്കൊരു മാസം മാക്സിമം 1000 രൂപ വരെ ക്യാഷ് ബാക്ക് നേടാം. മറ്റ് എലിജിബിൾ ആയുള്ള ഓൺലൈൻ അതുപോലെ തന്നെ ഓഫ്ലൈൻ സ്പെൻഡിങ് ആണെങ്കിൽ നമുക്ക് 1% ബെനിഫിറ്റ്, മാക്സിമം ഒരു ബില്യൺ സൈക്കിളിൽ 1000 രൂപ വരെ ക്യാഷ് ബാക്ക് ഈ ഒരു HDFC മില്ലേനിയ കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഒരു ഓൾറൗണ്ടർ എന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ഓൺലൈൻ സ്പെൻഡിങ് കാറ്റഗറിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം നമ്മൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന മിക്ക ബ്രാൻഡിൽ നമുക്ക് ഒരു 5% ഓഫർ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റു ഓൺലൈൻ പോർട്ടലാണെങ്കിൽ നമുക്ക് മിനിമം 1% ബെനിഫിറ്റ് നമുക്ക് ഈ ഒരു കാർഡ് വഴി നേടാം. ഇതിന് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും വരുന്നത് 1000 രൂപ പ്ലസ് GST ആണ്. എന്നാൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടും. പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു ഓപ്ഷൻ HDFC ബാങ്കിൽ തന്നെ സ്വിഗ്ഗി HDFC ക്രെഡിറ്റ് കാർഡാണ്. ഈ ഒരു കാർഡിൽ സ്വിഗ്ഗിയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 10% ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. മറ്റു ഓൺലൈൻ സ്പെൻഡിങ്ങിന് നമുക്ക് 5% ബെനിഫിറ്റും ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ് ടു ഒരു മാസം മാക്സിമം 1500 രൂപ വരെ ഈ ഒരു 5% ബെനിഫിറ്റ് നമുക്ക് നേടാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിങ്ങനെയുള്ള ഓൺലൈൻ പോർട്ടലുകളിലൊക്കെ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 5% ബെനിഫിറ്റ് നേടാം. അപ് ടു ഒരു മാസം 1500 രൂപ വരെ. മറ്റു എലിജിബിൾ കാറ്റഗറിയിലാണെങ്കിൽ മിനിമം 1% ബെനിഫിറ്റും ഈ ഒരു HDFC സ്വിഗ്ഗി കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ് ടു മാക്സിമം 500 രൂപ വരെ. ഈ ഒരു കാർഡിൻ്റെയും ജോയിനിങ് ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നത് 500 രൂപ പ്ലസ് GST ആണ്. വേവ് ചെയ്ത് കിട്ടാനായിട്ട് ആനുവലി മിനിമം 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്താൽ മതിയാകും. പിന്നെ ആദ്യം പറഞ്ഞ രീതിയിലുള്ള ഇ-കൊമേഴ്സ് പോർട്ടൽ സ്പെസിഫിക് ആയിട്ടുള്ള കോ ബ്രാൻഡഡ് കാർഡുകളാണ്. ഒന്നാമത്തേത് ആമസോൺ ICICI കാർഡാണ്. ആമസോൺ വഴി കൂടുതലായിട്ട് ഷോപ്പ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു കാർഡ് കൺസിഡർ ചെയ്യാം. ആമസോൺ പ്രൈം മെമ്പർ ആണെങ്കിൽ 5% ബെനിഫിറ്റും നോൺ പ്രൈം മെമ്പർ ആണെങ്കിൽ 3% ക്യാഷ് ബാക്ക് ബെനിഫിറ്റും. പിന്നെ മറ്റെല്ലാ ഓൺലൈൻ അതുപോലെ തന്നെ ഓഫ്ലൈൻ എലിജിബിൾ ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് 1% ബെനിഫിറ്റും ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. പിന്നെ വരുന്ന മറ്റൊരു കാർഡ് വേരിയൻ്റ് ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് കാർഡാണ്. ഇതിന് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും വരുന്നത് 500 രൂപ പ്ലസ് GST ആണ്. വേവ് ചെയ്ത് കിട്ടാനായിട്ട് 3.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആനുവലി സ്പെൻഡ് ചെയ്യണം. സ്പെൻഡ് ചെയ്താൽ നമുക്ക് ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടും. ഫ്ലിപ്കാർട്ട് ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് 5% ബെനിഫിറ്റ് കിട്ടും. പിന്നെ ക്ലിയർ ട്രിപ്പിന് നമുക്ക് 5% ബെനിഫിറ്റ് കിട്ടും. മറ്റു എലിജിബിൾ ഓൺലൈൻ അതുപോലെ തന്നെ ഓഫ്ലൈൻ ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് 1% ബെനിഫിറ്റും കിട്ടും. പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു കാർഡ് വേരിയൻ്റാണ് ആക്സിസ് ബാങ്കിൻ്റെ ഏസ് കാർഡ് വേരിയൻറ്റ്. ജോയിനിങ് ഫീസ് വരുന്നില്ല. ആനുവൽ ഫീസ് 499 രൂപ പ്ലസ് GST ആണ്. ഈ ഒരു ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടാനായിട്ട് ആനുവലി 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്താൽ മതിയാകും. നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ഓൺലൈൻ അതുപോലെ തന്നെ ഓഫ്ലൈൻ എലിജിബിൾ ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് 1.5% അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. സോ നല്ലൊരു കാർഡ് വേരിയൻ്റ് തന്നെയാണ്. പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു വേരിയൻ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞ ടാറ്റ ന്യൂ ഇൻഫിനിറ്റി വേരിയൻ്റ് ആണ്. നമുക്ക് ടാറ്റ പാർട്ണർ ബ്രാൻഡ്സിൽ നമുക്ക് ടാറ്റ ക്ലിക്ക് അതുപോലെ തന്നെ ടാറ്റ ക്രോമ അങ്ങനെയുള്ള അവരുടെ കുറേ ഓൺലൈൻ പോർട്ടലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഷോപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് 5% ബെനിഫിറ്റ് കിട്ടും. ഇനിയിപ്പോൾ അത് കൂടാതെയുള്ള മറ്റു ഓൺലൈൻ പോർട്ടലുകളാണെങ്കിലും ഇനിയിപ്പോൾ എലിജിബിൾ ഓഫ്ലൈൻ ട്രാൻസാക്ഷനുകളാണെങ്കിലും നമുക്ക് 1.5% ബെനിഫിറ്റ് മിനിമം ഈ ഒരു ടാറ്റ ന്യൂ ഇൻഫിനിറ്റി കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ടാറ്റ ന്യൂ പ്ലസ് വേരിയൻ്റ് ആണെങ്കിലും ടാറ്റയുടെ ബ്രാൻഡ്സിലാണെങ്കിൽ നമുക്ക് 2% ബെനിഫിറ്റും മറ്റു എലിജിബിൾ കാറ്റഗറിയിൽ നമുക്ക് 1% ബെനിഫിറ്റും ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഈ 2 കാർഡ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഡീറ്റെയിൽ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന മറ്റൊരു കാറ്റഗറിയാണ് ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ. ഓഫ്ലൈൻ ട്രാൻസാക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞ പല കാർഡും തന്നെ നമുക്ക് ഓഫ്ലൈൻ ട്രാൻസാക്ഷനായിട്ട് കൺസിഡർ ചെയ്യാം. കാരണം മിനിമം 1% ക്യാഷ് ബാക്കും 1.5% ക്യാഷ് ബാക്കൊക്കെ ഈ ഓൾറെഡി പറഞ്ഞ കാർഡുകൾ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. സോ അത് നമുക്ക് ഓഫ്ലൈൻ ട്രാൻസാക്ഷനായിട്ട് കൺസിഡർ ചെയ്യാം. ഉദാഹരണമായിട്ട് ആക്സിസ് ബാങ്കിൻ്റെ ഏസ് കാർഡ് നമുക്ക് ഓഫ്ലൈൻ
ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ കൺസിഡർ ചെയ്യുക. നമുക്ക് 1.5% ബെനിഫിറ്റ് ആ ഒരു കാർഡ് വഴി കിട്ടും. എലിജിബിൾ ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതും അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് കിട്ടും. പിന്നെ ആമസോൺ ICICI കാർഡ് ആണെങ്കിൽ നമുക്ക് 1% ക്യാഷ് ബാക്ക് നമുക്ക് ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ നേടാനായിട്ട് സാധിക്കും എലിജിബിൾ കാറ്റഗറിയിൽ. പിന്നെ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് കാർഡ് ആണെങ്കിലും നമുക്ക് 1% ക്യാഷ് ബാക്ക് ഓഫർ ചെയ്യുന്നുണ്ട് ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ ആണെങ്കിലും. പിന്നെ നമുക്ക് SBIയുടെ ക്യാഷ് ബാക്ക് കാർഡ് അതിന് നമുക്ക് 1% ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ നമുക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ടാറ്റാനു ഇൻഫിനിറ്റി കാർഡ് ആണെങ്കിൽ 1.5% ബെനിഫിറ്റ് ഓഫർ ചെയ്യുന്നുണ്ട് ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് അത് പ്രയോജനപ്പെടുത്താം. പിന്നെ ടാറ്റാനു പ്ലസ് വേരിയൻ്റ് ആണെങ്കിൽ 1% ബെനിഫിറ്റ്. പിന്നെ സ്വിഗ്ഗി കാർഡ് ആണെങ്കിൽ അതും 1% ബെനിഫിറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഓഫ്ലൈൻ ട്രാൻസാക്ഷനുകൾക്ക് ഈ പറഞ്ഞ കാർഡുകൾ പ്രയോജനപ്പെടുത്താൻ നമുക്ക് എന്തായാലും ഈ പറഞ്ഞ കാർഡുകളൊക്കെ 1% ബെനിഫിറ്റ് നമുക്ക് മിനിമം ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ മില്ലേനിയ കാർഡ് HDFC ബാങ്കിൻ്റെ മില്ലേനിയ കാർഡും പ്രയോജനപ്പെടുത്താം. 1% ബെനിഫിറ്റ് നമുക്ക് ഓഫ്ലൈൻ കാറ്റഗറിയിൽ നേടാനായിട്ട് സാധിക്കും അപ് ടു ഒരു മാസം 1000 രൂപ വരെ. പിന്നെ ഇപ്പോൾ പറഞ്ഞ കാർഡുകൾ കൂടാതെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു കാർഡാണ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ മിന്ത്ര കാർഡ്. നമുക്ക് 1.25% ക്യാഷ് ബാക്ക് ആണ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത്. നമുക്ക് ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ ഈ പറഞ്ഞ ബെനിഫിറ്റ് നേടാം. ഈ ഒരു കാർഡ് ഫ്രീ അല്ല, ജോയിനിങ് ഫീസും അതുപോലെ തന്നെ റിന്യൂവൽ ഫീസും വരുന്നത് 500 രൂപ പ്ലസ് GST ആണ്. വേവ് ചെയ്ത് കിട്ടാനായിട്ട് 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യണം. ഈ ഒരു മിന്ത്ര കാർഡിനെ പറ്റി നമ്മൾ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഈ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന മറ്റൊരു കാറ്റഗറിയാണ് ഫ്യൂവൽ കാറ്റഗറി. ഫ്യൂവൽ കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമലി ഫ്യൂവൽ കാറ്റഗറിയിൽ ക്രെഡിറ്റ് കാർഡുകൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ബെനിഫിറ്റ് ഉള്ള കാർഡാണെങ്കിൽ കൂടി ഫ്യൂൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന സർചാർജിൻ്റെ GST നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് സർചാർജ് വേവ് ചെയ്ത് കിട്ടും പല കാർഡിലും, പക്ഷേ അതിൻ്റെ GST നമുക്ക് വേവ് ചെയ്ത് കിട്ടുകയില്ല, അത് പേയബിൾ ആണ്. സോ അത് നമുക്ക് കിട്ടുന്ന റിവാർഡുമായിട്ടൊക്കെ നോക്കണം. നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് ഈ ഒരു സർചാർജിൻ്റെ GST കൂടുതലാണെങ്കിൽ ഓക്കെ, അതർവൈസ് നമുക്കത് പലപ്പോഴും ഫ്ലോപ്പായിട്ട് മാറാം. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഫ്യൂൽ കാർഡുകളൊക്കെ തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എണ്ണ കമ്പനിയുമായിട്ട് ടൈപ്പായിട്ടുള്ളതായിരിക്കും. സോ ആ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഔട്ട്ലെറ്റിനെ തന്നെ നമ്മൾ ആശ്രയിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ എല്ലാ ഔട്ട്ലെറ്റും എലിജിബിൾ ആകണമെന്നില്ല, അവരുടെ ഒരു ലിസ്റ്റ് ഓഫ് ഔട്ട്ലെറ്റ്സ് ഉണ്ടാകും നെറ്റ്വർക്ക് ആയിട്ടുള്ള. സോ ആ പർട്ടിക്കുലർ ഔട്ട്ലെറ്റ്സിൽ പോയാൽ മാത്രമേ നമുക്ക് ബെനിഫിറ്റ് കിട്ടൂ. അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഈ ഒരു കോ ബ്രാൻഡഡ് ഫ്യൂൽ കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ അവരുടെ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഔട്ട്ലെറ്റിൽ പോയിട്ട് ഫ്യൂൽ അടിച്ചാൽ നമുക്ക് അവർ പറയുന്ന ബെനിഫിറ്റ് കിട്ടാത്ത കുറേ ഇഷ്യൂസൊക്കെ പല ഫോറത്തിലും കാണാനായിട്ട് കഴിയുന്നുണ്ട്. സോ മൊത്തത്തിൽ അത്ര നല്ല അഭിപ്രായമല്ല ഈ ഒരു ഫ്യൂൽ കാറ്റഗറി ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടുള്ളത്. നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ കുറേയധികം കാർഡുകൾ ഉണ്ടെങ്കിലും തമ്മിൽ ഭേദമായിട്ടുള്ള കുറച്ച് കാർഡുകൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് SBI കാർഡ്സിൻ്റെ ഒരു BPCL കാർഡുണ്ട്, അത് കൺസിഡർ ചെയ്യാം. നമുക്ക് 4.25% വാല്യൂ ബാക്ക് ആണ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത്. 499 രൂപ പ്ലസ് GST ആണ് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും വരുന്നത്. വേവ് ചെയ്ത് കിട്ടാനായിട്ട് 50,000 രൂപയ്ക്ക് മുകളിൽ ആനുവലി സ്പെൻഡ് ചെയ്താൽ മതിയാകും. പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു കാർഡും ഈ ഒരു SBI കാർഡ്സിൻ്റെ തന്നെ BPCL ഒക്ടൈൻ എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ട്. അത് നമുക്ക് 7.25% ബെനിഫിറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്, ഒരു പ്രീമിയം വേരിയൻ്റ് ആണ്. അതിൻ്റെ ചാർജ് 1499 രൂപ പ്ലസ് GST ആണ് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും. ആനുവൽ ഫീസ് വേവ് ചെയ്ത് കിട്ടാനായിട്ട് നമ്മൾ ആനുവലി മിനിമം 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യണം. പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു കാർഡാണ് ഇന്ത്യൻ ഓയിലിൻ്റെ RBL എക്സ്ട്രാ എന്ന് പറഞ്ഞൊരു ക്രെഡിറ്റ് കാർഡുണ്ട്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. കുഴപ്പമില്ലാത്തൊരു കാർഡായിട്ട് എനിക്ക് തോന്നി. ബെനിഫിറ്റ് വരുന്നത് നമുക്ക് ആനുവലി 250 ലിറ്റർ പെട്രോളാണ് ബെനിഫിറ്റായിട്ട് അവർ പറയുന്നത്. നമുക്ക് IOCL ഔട്ട്ലെറ്റിൽ നിന്ന് ഫ്യൂൽ അടിക്കുമ്പോൾ 8.5% വാല്യൂ ബാക്കാണ് ഓഫർ ചെയ്യുന്നത്. ഇതിൻ്റെ ചാർജ് വരുന്നത് ജോയിനിങ് ഫീസും അതുപോലെ തന്നെ റിന്യൂവൽ ഫീസും 1500 രൂപ പ്ലസ് GST ആണ്. നമ്മൾ ഇയർലി 2.75 ലാഖിന് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടും. പിന്നെ ഈ ഒരു കാറ്റഗറിയിൽ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു കാർഡ് വേരിയൻ്റാണ് IDFC HPCL പവർ പ്ലസ് കാർഡ്. ഇതിൻ്റെ ചാർജ് വരുന്നത് 499 രൂപ പ്ലസ് GST ആണ്. വേവ് ചെയ്ത് കിട്ടാനായിട്ട് ആനുവലി മിനിമം 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യണം. നമുക്ക് HPCL ഔട്ട്ലെറ്റിലെ ഫ്യൂൽ എക്സ്പെൻസിന് 6.5% സേവിങ്സ് ആണ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത്. ഓരോ 150 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 30 റിവാർഡ് പോയിന്റ് കിട്ടും. ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 25 പൈസയാണ്. സോ മാക്സിമം ഒരു ബില്യൺ സെറ്റിൽ നമുക്ക് 2400 റിവാർഡ് പോയിന്റ് വരെ നേടാം. അതായത് ഈക്വലൻ്റ് ടു 600 രൂപ. 600 രൂപയ്ക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള സേവിങ്സ് നമുക്ക് ഒരു മാസം നമുക്ക് മാക്സിമം നേടുവാനായിട്ട് സാധിക്കും. HPCLുമായി ചേർന്നാണ് IDFC ഫസ്റ്റ് ബാങ്ക് ഈ ഒരു കാർഡ് അവതരിപ്പിച്ചിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് എനിക്ക് നോക്കിയിട്ട് ബെറ്റർ ആയിട്ട് തോന്നിയ കാർഡുകൾ. നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. ഇത് കൂടാതെ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നല്ല ഫ്യൂൽ കാർഡുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതും കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓൾറൗണ്ടർ എന്ന രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ കാർഡുകൾ. ഇതിൽ നിന്നും ഫ്യൂവൽ പേയ്മെൻറ്റ് നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. കാരണം ഫ്യൂവൽ കാറ്റഗറിയിൽ നമുക്ക് ഓൾറൗണ്ടർ എന്ന രീതിയിൽ ഒരു കാർഡ് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഫ്യൂവൽ കാർഡുകളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എണ്ണ കമ്പനിയുമായിട്ട് ടൈപ്പ് ആയിരിക്കും. അത് കൂടുതലും ഫ്യൂവൽ പേയ്മെൻറ്റിന് മാത്രമായിരിക്കും നമുക്ക് ഓഫർ നൽകുന്നത്. സോ ഫ്യൂവൽ കാറ്റഗറി നമുക്ക് സെപ്പറേറ്റ് തന്നെ നിർത്താം. ബാക്കി ഇപ്പോൾ ഓഫ്ലൈൻ പേയ്മെൻറ്റ് ഓൺലൈൻ പേയ്മെൻറ്റ് കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഓൾറൗണ്ടർ കാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ മിക്ക കാർഡുകളും ആ ഒരു
കാറ്റഗറിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം ആക്സിസ് ബാങ്കിന്റെ യെസ് കാർഡ്, പിന്നെ HDFC ടാറ്റ ന്യൂ ഇൻഫിനിറ്റി, അതുപോലെ തന്നെ പ്ലസ് വേരിയന്റ് കാർഡ്, SBI ക്യാഷ് ബാക്ക് കാർഡ്, പിന്നെ HDFCയുടെ മില്ലേനിയ കാർഡ്, പിന്നെ HDFCയുടെ സ്വിഗ്ഗി കാർഡ്. ഇതെല്ലാം തന്നെ നമുക്ക് ഓൾറൗണ്ടർ എന്ന കാറ്റഗറിയിൽ കൺസിഡർ ചെയ്യാം. കാരണം ഇത് ഓഫ്ലൈൻ പേയ്മെന്റ് ആണെങ്കിലും ഓൺലൈൻ പേയ്മെന്റ് ആണെങ്കിലും നമുക്ക് മോശമില്ലാത്ത ബെനിഫിറ്റ് ഈ പറഞ്ഞ കാർഡുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി ഓൾറൗണ്ടർ എന്ന കാറ്റഗറിയിലേക്ക് മർച്ചന്റ് UPI പേയ്മെന്റ് കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാറ്റ ന്യൂ ഇൻഫിനിറ്റി കൺസിഡർ ചെയ്യാം, ടാറ്റ ന്യൂ പ്ലസ് വേരിയന്റ് കൺസിഡർ ചെയ്യാം. കാരണം അത് ഓഫ്ലൈൻ ഓൺലൈൻ, അതുകൂടാതെ നിങ്ങൾ ആ ഒരു കാർഡ് എടുക്കുന്നത് റുപ്പേ വേരിയന്റ് ആണെങ്കിൽ റുപ്പേ വേരിയന്റിനും നമുക്ക് അത് ഉപയോഗിച്ച് മർച്ചന്റ് UPI പേയ്മെന്റ് ചെയ്യാം. UPI പേയ്മെന്റ് ആണെങ്കിൽ നമുക്ക് ഒരു മാസം മാക്സിമം 500 രൂപയുടെ ബെനിഫിറ്റ് വരെ നേടുവാനായിട്ട് സാധിക്കും. സോ അത് ഈ പറഞ്ഞ എല്ലാത്തിനും കൂടി ഓൾറൗണ്ടർ എന്ന രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ കാർഡ് വേരിയൻസ് ആണ്. പിന്നെ ഈ ഒരു കിവി കാർഡും കൺസിഡർ ചെയ്യാം. പക്ഷേ കിവി കാർഡ് ഓഫ്ലൈൻ പേയ്മെന്റ് നമുക്ക് സ്വൈപ്പ് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം അത് വിർച്വൽ ഒള്ളി കാർഡാണ്. അതർവൈസ് അതും ഓക്കെയാണ്. നമുക്ക് നിയോൺ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ് ടു 5% ബെനിഫിറ്റ് വരെ നമുക്ക് നേടാനായിട്ട് സാധിക്കും. മർച്ചന്റ് UPI പേയ്മെന്റ് ആണെങ്കിലും അതിപ്പോൾ ഓൺലൈൻ പേയ്മെന്റ് നമുക്ക് കാർഡ് നമ്പറൊക്കെ ആപ്പിലുള്ളത് കൊണ്ട് അത് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്ത് പേ ചെയ്യാം. സ്വൈപ്പ് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. സോ ഈ ഒരു സ്വൈപ്പ് ട്രാൻസാക്ഷൻ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കിവി കാർഡും നമുക്ക് ഒരു ഓൾറൗണ്ടർ എന്ന രീതിയിൽ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി